നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് പാലക്കാടും സംസ്ഥാനത്തുടനീളം എല്ലായിടത്തും കൊട്ടിക്കലാശമാണ്. 3 ആഴ്ചയാണ് പ്രചരണത്തിനായി എല്ലാവർക്കും ലഭിച്ചത്. അതിനുശേഷം ഇതാ കൊട്ടിക്കലാശം എത്തുന്നു. നാളെ നിശബ്ദ പ്രചാരണം, മറ്റന്നാൾ 9-ാം തീയതി എല്ലാവരും, നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തും. കേരളം ഇനി ആര് ഭരിക്കും? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 3.0 വരേണ്ടതുണ്ടോ, അതോ വി.ഡി. സതീശന്റെയും ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ അടുത്തൊരു കോൺഗ്രസ് ആയിരിക്കണോ ഭരിക്കേണ്ടത്? അതുമല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ നേരിട്ടുള്ള ഇടപെടലോടുകൂടി BJP ആയിരിക്കുമോ കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന ചോദ്യങ്ങളുമായി ശക്തമായ പോരാട്ടമാണ് ഇന്ന് കൊട്ടിക്കലാശം നടത്തുമ്പോൾ. പാലക്കാടേക്കൊന്ന് പോവുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പാലക്കാട് രമേശ് പിഷാരടി ഒരു എതിരാളിയായിരിക്കില്ല, ശോഭാ സുരേന്ദ്രൻ ഒരു എതിരാളിയെ ആയിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ശക്തമായ പോരാട്ടം, ശക്തമായ പ്രചാരണം തന്നെയാണ് രമേശ് പിഷാരടി കാഴ്ചവെക്കുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് രമേശ് പിഷാരടി ഇറങ്ങുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, അവരുടെ ആവേശമൊക്കെ കാണുമ്പോൾ രമേശ് പിഷാരടി ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുകയാണ്. ഒരു പക്ഷേ രമേശ് പിഷാരടി ഇതേ രീതിയിൽ, അതായത് സുരേഷ് ഗോപിയൊക്കെ നിന്നതുപോലെ ആദ്യഘട്ടത്തിൽ തോൽക്കുന്നു, പിന്നീട് സജീവമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജനങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇടപെടുന്നു, പിന്നീട് വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ രമേശ് പിഷാരടി ഇത്തവണ ഒരു തോൽവിയുടെ കയ്പ് മധുരം അറിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രമേശ് പിഷാരടി ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി തന്നെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കാഴ്ചവെച്ച് പാലക്കാട്ടെ ജനങ്ങൾക്ക് ഒരു വെളിപ്പാടകലെ ഉണ്ട് എന്ന് അവർക്കൊരു തോന്നൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വളരെ ശക്തനായ രാഷ്ട്രീയ നേതാവായി രമേശ് പിഷാരടി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പലരും പറയുന്നു. എന്തായാലും ഇന്നത്തെ പാലക്കാട്ടെ പ്രചാരണത്തിൽ കൊട്ടിക്കലാശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ, ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയിൽ എത്തുമോ എന്ന ചോദ്യം ഉയരുന്നു. അതുമല്ല പത്തനംതിട്ടയിൽ തന്നെ എത്തുമോ എന്നൊരു ചോദ്യം ഉയരുന്നു. രാഹുൽ മാങ്കൂട്ടം എപ്പോഴും തന്നെ രാഷ്ട്രീയം പറഞ്ഞു വേണം നമ്മൾ ഒരു തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണാൻ, അല്ലാതെ പെണ്ണ് കേസും മറ്റു പല കേസുകളും പറഞ്ഞുകൊണ്ടല്ല എന്ന് പറയുകയും കൃത്യമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയം പറഞ്ഞ CPM-നെ ഇടതുപക്ഷത്തിനെ വെട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പാലക്കാടും ഇതിലെടുത്തു പറയേണ്ടത് നമ്മുടെ ചാണ്ടിയുമ്മൻ മാത്രമാണ് കൊട്ടിക്കലാശത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. ബാക്കി എല്ലാവരും തന്നെ ആവേശോജ്വലമായ കൊട്ടിക്കലാശത്തിന് വഴിവെക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി.